ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 2024 8ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, അപ്പോൾ 2024 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. From a circle of radius 15 cm, a sector of central angle 120 is cut out and rolled up to make a cone. ആരം 15 സെന്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൽ നിന്ന് 120 ഡിഗ്രി കേന്ദ്രകോണുള്ള ഒരു വൃത്താംശം വെട്ടിയെടുത്ത് അത് വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ? വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരം എത്രയാണ്? വാട്ട് ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദ കോൺ? പാദത്തിന്റെ ആരം കണ്ടെത്തുക. കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. വക്രതല പരപ്പളവ് കണക്കാക്കുക. അപ്പൊ മക്കൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി, ഒരു സർക്കിള്, ആ സർക്കിളിന്റെ റേഡിയസ് 15 ഓക്കെ, ഒരു സർക്കിളിന്റെ റേഡിയസ് 15. ആ സർക്കിളിൽ നിന്ന് ഒരു വൃത്താംശം വെട്ടിയെടുത്തു. അപ്പൊ ഈ വൃത്താംശത്തിന്റെ റേഡിയസ് എത്രയാ? 15. ഇത് വളച്ചിങ്ങാണ്ട് നമ്മളൊരു കോൺ ഉണ്ടാക്കി. അപ്പൊ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എന്താ? 15. സർക്കിളിന്റെ റേഡിയസ് എന്താണോ അത് തന്നെയാണ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ്. വൃത്തത്തിന്റെ ആരം എന്താണോ അതാണ് നമ്മളുടെ കോണിന്റെ അഥവാ വൃത്തസ്തൂപികയുടെ ചരിവ് ഉയരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സ്ലാന്റ് ഹൈറ്റ് എത്രയാണ്? 15. ഇനി റേഡിയസ് കാണണം. അതിന് നമ്മളുടെ കയ്യിലുള്ള ഇക്വേഷൻ ഏതാ? R/L = x/360 എന്ന് പറയുന്ന നമ്മളുടെ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. R നമുക്ക് എവിടെ? ബേസ് റേഡിയസ് 6 കാണണം. L 15, X 120. അതിവിടെ കൊടുക്കുക. 120 0 കട്ടായി. ഓക്കെ, 12 36 അതും കട്ട് ചെയ്തു. 12നെ 12 കട്ട് ചെയ്താൽ 1 കിട്ടും. 36നെ 12 കട്ട് ചെയ്താൽ 3 എന്ന് കിട്ടും. അങ്ങനെ 1/3 ആയി. ഇനി 15നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ R = 15/3. 15/3 എത്രയാ? 5. അപ്പോ ബേസ് റേഡിയസ് കിട്ടിയ എത്രയാ? 5 സെന്റിമീറ്റർ. അടുത്തത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ കാണണം. എന്താ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ? πRL ആണ്. πRL. R 5, L 15. 15 × 5 5 5 25ക്ക് 5 ശിഷ്ടം 2 വരും. 5 5 5 2 7. 75 π സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ. 2024 4 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറച്ച് എഴുതാനുള്ളൂ, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എഴുതാം. ഓക്കെ, diameters of two hemispheres are in the ratio 5:3. രണ്ട് അർദ്ധഗോളങ്ങളുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:3. അതായത് the ratio of their radii, അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത്? Find the ratio of their surface area, അവയുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം കണ്ടെത്തുക. If the surface area of the first hemisphere is 100 square centimeter, what is the surface area of the other? ആദ്യത്തെ അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 100 ചതുരശ്ര സെന്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം, ഡയമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. രണ്ട് കോണിന്റെയും ഡയമീറ്ററുകൾ അഥവാ രണ്ട് ഹെമിസ്ഫിയർ, കോണല്ല ഹെമിസ്ഫിയർ, അർദ്ധഗോളങ്ങളുടെ ഡയമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോ 5:3 ആണ്. റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അതും 5:3 തന്നെയാണ് വരിക. അപ്പൊ അതെങ്ങനെയാ 5:3 ആവുന്നത്? നോക്കിയാ, ഡയമീറ്ററിന്റെ പകുതിയല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. രണ്ട് ഭാഗത്തും 1/2 കൊടുത്തു, രണ്ടിന്റെയും പകുതി എടുത്തു. റേഷ്യോ കാണുമ്പോൾ ഈ കോമൺ ആയിട്ടുള്ള നമ്പർ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും, അഥവാ 1/2 ക്യാൻസൽ ആയി പോവും. അപ്പൊ അവിടെ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 5:3 തന്നെയാണ് കിട്ടുക. അപ്പോ കോണിന്റെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോയും എന്ത് തന്നെയാണ്? 5:3 തന്നെയാണ്. ഇനി സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ കാണണം. അതിന് S1:S2. ഹെമിസ്ഫിയർ ആണ്, അർദ്ധഗോളങ്ങളാണ്. എന്താണ് അർദ്ധഗോളത്തിന്റെ സർഫസ് ഏരിയ? 3πr² ആണ്. എന്താണ്? 3πr² ആണ്. അപ്പോൾ അവിടെ റേഡിയസിന് മാത്രമേ മാറ്റുള്ളൂ. 3π കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് R1² R2² എന്ന് കൊടുത്തു. കോമൺ ആയിട്ടുള്ള നമ്പറുകൾ ക്യാൻസൽ ആയി പോകും. 3πയും 3πയും ക്യാൻസൽ ആയി. ബാക്കി R1² + R2². R1 5, R2 3. 5ന്റെ സ്ക്വയർ 25, 3ന്റെ സ്ക്വയർ 9. സോ 25:9. ഓക്കെ,
ഇനി സി ക്വസ്റ്റ്യൻ, ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഫസ്റ്റ് ഹെമിസ്ഫിയർ ഈസ് 100 സ്ക്വയർ സെന്റിമീറ്റർ, വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ അതർ? ആദ്യത്തെ അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 100 അഥവാ S1 100 ഞാനിതാ S1ന്റെ റേഷ്യോ എടുത്തു. S1 100 S1/S2 എന്ന് പറയുന്നത് 25/9 S1ന്റെ സ്ഥാനത്ത് 100 കൊടുത്തു. അപ്പൊ S2 കാണാൻ ഞാൻ രണ്ടിനെയും ക്രോസ് ചെയ്തു. 100 × 9 25 × S2. ഇനി ഈ 25നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 100 × 9/25. ഈ 100നെ 25 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 100ൽ എത്ര 25 ഉണ്ട്? 4 എണ്ണം. അപ്പൊ 4 × 9 36. അപ്പോൾ രണ്ടാമത്തെ സർഫസ് ഏരിയ, രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ സർഫസ് അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. A vessel without lid in the shape of a square pyramid made from a metallic sheet of base perimeter 80 centimeter and slant height 26 centimeter. ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ സമചതുര സ്തൂപികാകൃതിയിലുള്ള അടപ്പില്ലാത്ത ഒരു പാത്രത്തിന്റെ പാദ ചുറ്റളവ് 80 സെന്റിമീറ്റർ ആണ്. ചെരുവുയരം 26 സെന്റിമീറ്റർ. ഹൗ മെനി സ്ക്വയർ സെന്റിമീറ്റർ ഓഫ് ദ മെറ്റാലിക് ഷീറ്റ് വാസ് നീഡഡ് ടു മേക്ക് ദ വെസൽ? ഇതുണ്ടാക്കാൻ ആവശ്യമായ ഷീറ്റിന്റെ പരപ്പളവ് കാണുക. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ വെസൽ, പാത്രത്തിന്റെ ഉയരം കാണുക. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ ഇൻ ദ ലിറ്റർ? പാത്രത്തിന്റെ ഉള്ളളവ് ലിറ്ററിൽ കണക്കാക്കുക. അപ്പോൾ മക്കളെ, ഇതൊരു സ്ക്വയർ പിരമിഡ് ആണ്. അതിൻ്റെ ബേസ് പെരിമീറ്റർ, പാദ ചുറ്റളവ് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു ബേസ് എഡ്ജ് സ്ലാൻഡ് ആയിട്ട് 26 ആണ്. നമുക്ക് ആദ്യം ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് കാണാം. ഓക്കെ, A² + 2AL ആണ്. അതിനാദ്യം A കാണണം. പെരിമീറ്റർ 80 ആണ്. പെരിമീറ്റർ എന്താണ്? 80 ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതിൽ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. ടോട്ടൽ സർഫസ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ 14,400 സെന്റിമീറ്റർ വരും. ഇവിടെ ഒരു ചേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അഥവാ ഇവിടെ ബേസ് എഡ്ജ് ഒക്കെ കണ്ടുപിടിക്കാം, പാദവക്കൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പാദ ചുറ്റളവ് 80 ആണ്. 4A ആണ്, സ്ക്വയർ ആണല്ലോ. ചുറ്റളവ് എന്ന് പറയുമ്പോൾ 4 സൈഡാണ്. 4A 80 ആണ്. അപ്പോൾ A = 80/4 20 കിട്ടും. ഓക്കെ, ഇവിടെ ഈ പാത്രം എന്ന് പറയുന്നത് വിത്തൗട്ട് ലിഡ് എന്നാണ് പറയുന്നത്. അടപ്പില്ലാത്തൊരു പാത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മളുടെ ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ രൂപത്തിലുള്ള ഈ പാത്രത്തിന് മുകളിൽ ആരുണ്ടാവില്ല? അടപ്പുണ്ടാവില്ല. ഓക്കെ, അടപ്പില്ലാത്തൊരു പാത്രം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ബേസ് ഏരിയ നമുക്കിവിടെ ആവശ്യം ഇല്ല. ഓക്കെ, ഞാനിവിടെ ടോട്ടൽ സർഫസ് ഏരിയയാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് ബേസ് ഏരിയയുടെ ആവശ്യം ഇല്ല. വിത്തൗട്ട് ലിഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടപ്പില്ലാത്ത ഒരു അടുപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പാത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടപ്പ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അടപ്പ് എന്ന് പറയുന്നത് ഇവിടെ അല്ലേ വരിക? സ്ക്വയർ പിരമിഡ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ബേസ് ഏരിയ നമുക്ക് വേണ്ട. അപ്പോൾ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2AL മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 2 × A നമ്മൾ കണ്ടുപിടിച്ചു എത്രയാ? 20. അതിന് നമുക്ക് 2L കാണുന്നുണ്ടെങ്കിൽ നമുക്കത് വേണം. L എത്രയാ? 26. ഇത് ചെയ്താൽ മതി. ഇത് ചെയ്താൽ എത്രയാ കിട്ടുക? 1040. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ എന്താണ്? 1040 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് കേട്ടോ മക്കളെ. ഓക്കെ, ഇത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ അല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹൗ മെനി സ്ക്വയർ സെന്റിമീറ്റർ ഓഫ് ദ മെറ്റാലിക് ഷീറ്റ് വാസ് നീഡഡ് ടു മേക്ക് ദ വെസൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാത്രം ഉണ്ടാക്കാൻ ആവശ്യമാണ്. കാരണം പാത്രത്തിന് അടപ്പില്ല. അടപ്പില്ലാതെ ആവുമ്പോൾ പിന്നെ എന്ത് വേണ്ട? ബേസ് ഏരിയ വേണ്ട, നമുക്ക് ലാറ്റർ സർഫസ് ഏരിയ മാത്രം മതി. അപ്പോൾ ഇത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഇതെല്ലാം നമ്മളുടെ ഇവിടുത്തെ ആൻസർ ടൈപ്പ് ചെയ്തപ്പോൾ മാറിയതാണ്. നമ്മളുടെ ആൻസർ എന്താണ്? 1040 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? 1040. കാരണം അടപ്പില്ലാത്ത വെസൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ വെസൽ. വെസലിന്റെ ഹൈറ്റ് വേണം. ഓക്കെ, L² = H² + A/2 ഹോൾ സ്ക്വയർ ആണ് നമ്മളുടെ ഇക്വേഷൻ. L നമുക്ക് തന്നിട്ടുണ്ട് 26 എന്നുള്ളത്. A നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 20 ആണ്. അപ്പൊ 20ന്റെ പകുതി 10 വരും. ഓക്കെ, 26ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 26 × 26 ചെയ്യണം.
6 6 36ക്ക് 6 വരും, ശിഷ്ടം 3. 1 6 6 6 12 3 15. 1 6 6 6 12ക്ക് 2 ഇഷ്ടം 1. 2 2 4 1 5. 6 7 6 676. 10ന്റെ സ്ക്വയർ 100 ആണ്. ഇനി ഈ 100നെ അപ്പുറത്ത് കൊണ്ടുപോകുക. 676 100 പോയാൽ 576. ഓക്കെ, അത് 24ന്റെ സ്ക്വയർ ആണ്. 4 16ക്ക് 6 ശിഷ്ടം 1. 1 4 4 24 8 1 9. 1 4 4 24 8. 2 2 4. കണ്ടോ, 6 9 8 17 7 ശിഷ്ടം 1 4 1 5 576. അപ്പോൾ എച്ച് എത്രയാ? 24. ഹൈറ്റ് എത്രയാ? 24. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് വെസൽ ഇൻ ലിറ്റേഴ്സ്? അടുത്ത് നമുക്ക് കാണേണ്ടത് ലിറ്ററിലാണ് കേട്ടോ, ലിറ്ററിലാണ്. വോളിയം കാണണം. 1/3 A²H ആണ്. 1/3 A എന്ന് പറഞ്ഞാൽ 20 H 24. 20ന്റെ സ്ക്വയർ 400. ഈ 24നെ ഞാൻ 3 കൊണ്ട് കട്ട് ചെയ്തു. 3 8 24, അപ്പോൾ ഇവിടെ 8. ഓക്കെ, ഇനി 400 × 8 ചെയ്യുക. 4 8 32 2 0. ഇത്രയും സെന്റിമീറ്റർ ക്യൂബാണ്. 1000 സെന്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ. ഓക്കെ, 1000 സെന്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ. അപ്പൊ ഇതിൽ എത്ര ലിറ്റർ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര 1000 ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ. 1000 എന്ന് പറയുമ്പോൾ 1 ലിറ്റർ, 2000 എന്ന് പറയുമ്പോൾ 2 ലിറ്റർ, 3000 എന്ന് പറയുമ്പോൾ 3 ലിറ്റർ. അപ്പൊ ഈ 3200 എത്ര 1000 ഉണ്ട് നോക്കിയാൽ പോരെ. അതിന് 3200 എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ 2 0 വെട്ടിപ്പോവും. ഓക്കെ, 32/10 ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. താഴെ ഒരു 0 അല്ലേ, അപ്പോൾ ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടുക. 10 100 1000 അതുകൊണ്ട് മാത്രം കേട്ടോ. ഇപ്പൊ 32/20 കാണുമ്പോൾ സാറ് താഴെ ഒരു 0 ആണെന്ന് പറഞ്ഞിരിക്കണല്ലോ, അപ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. 10 100 1000 വരുമ്പോൾ താഴെ എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 0 നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പം 32/10 ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 3.2 ലിറ്റർ. അപ്പൊ ഇതിൽ എത്ര ലിറ്റർ ഉണ്ടാവും? 3.2 ലിറ്റർ വെള്ളം ഉണ്ടാവും, കൊള്ളും. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളുടെ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. നമ്മളുടെ ഈ 10ാം ക്ലാസ്സിലെ സിലബസിലെ തന്നെ ഏറ്റവും വലിയ ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് ഉള്ള ചാപ്റ്ററാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതിൽ സ്ക്വയർ പിരമിഡ് ഉണ്ട്, കോൺ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സിലിണ്ടറിൽ നിന്ന് കോൺ ഉണ്ടാക്കുക, എത്ര ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ സ്പിയർ, ഗോളം, അർദ്ധഗോളം, ഇതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഇപ്പൊ 8ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. 8 ചാപ്റ്ററിന്റെയും വീഡിയോ, 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ 2019 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻസുകളുടെ വീഡിയോകൾ നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. SSLC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അത് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിലും കാണാം. അതേപോലെ തന്നെ അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Wish you all the very, very, very best, and thank you for watching this video. See you soon.